ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തീരുമാനിച്ച് ഞാൻ കാര്യം ചോദിച്ചു പൊന്നിൻ്റെ അടുത്ത്. അപ്പോൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് നോമ്പെടുക്കാൻ തീരുമാനിച്ചു. രാവിലെ തൊട്ട് ഇന്ന് രാവിലെ 5:30 തൊട്ട് വൈകിട്ട് 6:30 കണ്ടാണെന്ന് തോന്നുന്നു ആ സമയം വരെ ഞങ്ങൾ ഇന്ന് ഒരു ഭക്ഷണവും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, അങ്ങനെ ഒരു നോമ്പെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പൊന്നുവിനോട് ചോദിച്ചു, പൊന്നു നമുക്ക് എങ്ങനെ എടുത്താലോ എന്ന്. അപ്പൊ പിന്നെ പൊന്നു പറഞ്ഞു ഓക്കെ ഞാൻ റെഡി അല്ലേ. റെഡി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ നല്ലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആഹാരം ഉണ്ടാക്കണം. അപ്പൊ അടുത്ത ഞങ്ങളുടെ ജോലി അച്ഛനും അമ്മയ്ക്കും ആഹാരം ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപ്പ് നോക്കുകയോ അല്ലെങ്കിൽ അത് വെള്ളം കുടിക്കുകയോ അങ്ങനെ ഒരു പരിപാടിയില്ല. കണ്ടിന്യൂ കട്ടയ്ക്ക് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് നേരെ ഇനി അടുത്ത അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവാം. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാണ്. അവർക്ക് ടാബ്ലറ്റ് കഴിക്കണോണ്ട് സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും വേണ്ടി മാത്രം. പൊന്നു ആഹാരം ഉണ്ടാക്കണ വെള്ളം കൊതി വിടരുത്. പിന്നെ ഉപ്പ് നോക്കാനൊന്നും പാടില്ല. നിനക്കറിയാമോ ഉപ്പ് നോക്കണ അങ്ങനെയല്ല, ഈ കണ്ട് ഉപ്പിടാൻ അറിയാമോ? ഞാൻ ഇതുവരെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ടൊന്നിലും ഞാൻ ഇന്നലെയും കറി ഉണ്ടാക്കാൻ നേരത്ത് ഒന്നിന് ഇങ്ങനെ എടുത്തു ഞാൻ അങ്ങനെ നോക്കാറില്ല. അളവിനങ്ങിട്ട് പോറണം. അതെങ്ങനെയെന്നറിയോ? പൊന്നു ഉപ്പ് ആവശ്യത്തിന് ഇടും, പിന്നെ ഞാൻ വന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ ആവശ്യത്തിനൊക്കെ ഉപ്പിടും. ചില ദിവസങ്ങളിൽ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ആഹാരത്തിന് അവർക്ക് ഉണ്ടാക്കുന്നതിൽ ഉപ്പൊന്നും നോക്കുന്നില്ല. നമ്മൾ അങ്ങനെ നോക്കാൻ പാടില്ല എന്നാണ്. അപ്പോഴ് അവർക്കുള്ള തക്കാളി ചപ്പാത്തിയും ഉള്ളിക്കറിയാണ്. ഉള്ളിക്കറിയും കൂടെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഉച്ചക്കത്തേക്കും വലുതായിട്ട് ചോറ് ഒരുപാട് കറിയൊന്നും വെക്കാനുള്ള കഞ്ഞി ഉണ്ടാക്കാന്ന് വെച്ചു. നല്ല പയറും കഞ്ഞിയും ചമ്മന്തിയും. നീ ഇങ്ങനെ പറയരുതേ, വിശക്കും എനിക്ക്. നമ്മളെ ഇങ്ങനെ നോമ്പെടുക്കാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നോമ്പെടുക്കുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടല്ലോ. സമയാസമയം ആഹാരം കഴിച്ചാൽ എടുത്ത് സെറ്റായാൽ നമുക്ക് എല്ലാ വർഷവും ഓരോ നോമ്പെടുക്കാം. ഇവര് എടുക്കുന്ന 30 ദിവസം കൊണ്ടാണ്, 31 ദിവസം കൊണ്ടാണ് ഒരു നോമ്പെടുക്കുന്നത്. അത് സമ്മതിക്കണം. പക്ഷെ അവർക്ക് അത് അത്രത്തോളം ശീലമായതുകൊണ്ട് അത് കണ്ടിന്യൂ പോകാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പോഴേ എനിക്ക് വയറൊക്കെ എന്ത് പറയാന്, വായു കൊണ്ടാണോ ഇനി കത്തുകയാണോ എന്തോ അറിഞ്ഞൂടാ. രാവിലെ ഇനി വെള്ളം കുടിക്കാനൊക്കെ തോന്നാൻ അറിയില്ല. പക്ഷെ എന്തായാലും കറക്റ്റ് പക്കയായിട്ട് ഞാൻ തന്നെ കണ്ടിന്യൂ വാശിയായിട്ട് തന്നെ ഞാൻ എടുത്തിരിക്കും. ഇന്ന് ഇനിയിപ്പോ നോമ്പ് തുറക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് സാധനങ്ങൾ വാങ്ങണം. എന്തായാലും ഇവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ വേറെ എടുക്കാറുണ്ട്. അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ സാധനങ്ങൾ വാങ്ങിക്കണം. ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങ് എന്നിട്ട് നോമ്പെടുക്കുന്നവരെ അവരെ സമ്മതിക്കണം. എന്റെ പൊന്നോ, നമ്മളിത് കണ്ടപ്പോഴ് കാണുമ്പോ നോർമലി വിശപ്പ് വന്നല്ലോ, വിശപ്പ് വന്നല്ലോ. അതാ എനിക്ക് 2 ചപ്പാത്തി, എനിക്ക് കല്യാണിക്ക് ചപ്പാത്തി പിച്ചിട്ടെടുത്തപ്പോൾ എനിക്കിങ്ങനെ വയറൊന്ന് വെളി തിന്നണം സമ്മതിക്കണം. ഈ വെയിലത്തൊക്കെ നിന്ന് ജോലി ചെയ്യണവര് സത്യം വെയിലത്തെടുക്കും നിന്ന് ജോലി ചെയ്യുന്നവര് എന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തപ്പോഴും ഇത് കണക്ക് അത്രയും ചൂടിൽ ഒരു നോമ്പെടുക്കുന്നവരെ സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. എന്തായാലും ഞങ്ങള് രാവിലെ ആയതേ ഉള്ളൂ, ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് വയറ്റില്ല. പക്ഷെ ഒരു പ്രത്യേകത എന്തായാലും നമ്മളെ വീട്ടിലിപ്പോ ശ്രദ്ധിച്ചോണ്ടേ, വീട്ടിലിപ്പോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ രാവിലത്തെ ആഹാരം ഉച്ചക്കത്തെ ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ വിളിക്കുമ്പോ വിശക്കണില്ല, വേണ്ട പിന്നെ കഴിക്കാം. പക്ഷെ നമ്മൾ ഇതേണക്ക് വല്ലതൊക്കെ എടുക്കുമ്പോ നമുക്ക് കറക്റ്റ് അതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. എന്താണ് ഇങ്ങനെ ഇന്ന് നോമ്പെടുക്കില്ലേ എങ്കിൽ പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടാ, ഭഗവാനെ വിശക്കോ, അങ്ങനെയൊക്കെ ഒരു തോന്നല്. പക്ഷെ അല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ എത്ര സമയം വേണം പട്ടിണി ഇരിക്കും. പൂജ വെക്കുന്ന സമയം ഉണ്ടല്ലോ, പൊന്നൂനും അതിനെ കുറിച്ച് പറയാൻ കാണും. പൂജ വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അന്നത്തെ ദിവസം പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വായിക്കണം, ഹോംവർക്ക് ചെയ്യണം, പഠിക്കണം, പിന്നെ അറിയാതെയൊക്കെ പത്രമൊക്കെ വായിച്ചു. അത്രയും ദിവസം പത്രം വായിക്കാത്ത നമ്മള് അന്ന് പത്രം വായിച്ചു. എന്തായാലും ഈ അച്ഛനമ്മയ്ക്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ട് ഇന്ന് റിസൾട്ട് വാങ്ങാനും കണ്ട പോണം. ഡോക്ടറെ വിളിച്ചായിരുന്നു പൊന്നു, നിന്നെ ലാബിൽ നിന്ന് വിളിച്ചായിരുന്നല്ലേ? അമ്മയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് വാങ്ങാൻ പോണം. അമ്മ, ഞാനും പൊന്നും കൂടെ ഇന്ന് നോമ്പെടുക്കുകയും
റംസാൻ ആയതുകൊണ്ട് ഒരു ദിവസം നോമ്പെടുക്കാന്നുള്ള ആഗ്രഹം. ഇതിന്റെ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ടേ ഗൈസ്. എന്തായാലും അവർ രണ്ടുപേരും ആഹാരം കഴിക്കട്ടെ. അടുത്ത ഞങ്ങളെ ജോലി എന്ന് പറയുന്നത് പൊന്നു ബുക്കൊക്കെ വായിച്ചിരിക്കും. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ഞാൻ ചിലപ്പോൾ കൊതി വിട്ടുപോകും. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അപ്പം നമ്മൾ പോയി കിടക്കണം, കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും ചെയ്യാം. നോമ്പെടുക്കണോണ്ടേ ഒരുപാട് നേരം ഇരുന്നൂടാ. നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഗൈസ്. ഓ ആ സ്ഥലം ഞാൻ വെറുത്ത്, വേണ്ട ശരിയാവൂല. ഓ ചപ്പാത്തിയും കറിയും കൊടുക്കണോണ്ട്. നീ എന്ത് അവിടെ നിന്ന് മാറിയത്? അപ്പൊ ഇനി വീണ്ടും പൊന്നു ബുക്ക് എടുത്ത് വായിക്കട്ടെ. ഞാൻ എഡിറ്റിങ്ങിലോട്ടൊക്കെ പോകുന്നു. നീ ബുക്ക് വായിച്ചിരുന്നോ? ബുക്ക് വായിച്ച് ഉറങ്ങാടി. വിശക്കുന്നു, അതുകൊണ്ടാണ്. വായിച്ചു തീർന്നില്ല പിന്നെ, പക്ഷെ വിശക്കുന്നു. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വിശക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇൻസ്റ്റ എടുത്തപ്പോ നല്ല വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണി. അതാ കാണാറ്. അത് മാറ്റിയപ്പോ നല്ല മന്തി എങ്ങനെ വീട്ടിലുണ്ടാക്കാം. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിശക്കുന്നത്. ചിന്തിക്കോ? കണ്ണടച്ചിരിക്കാൻ. വെറുതെ കിടന്ന് ഇനിയിപ്പം സമയം 12 മണി, 12:30, 1 മണിയായി. 1 മണിയായെന്നാണ് തോന്നുന്നത്. 1 മണിയായി. ഈ സമയത്ത് ഇനി ഇത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് നോമ്പ് തീർക്കാൻ. നമ്മൾ മാത്രമാണ് നോമ്പെടുത്തിട്ട് ഇങ്ങനെ എണ്ണി ഇരിക്കണ. അങ്ങനെയല്ല, വിശക്കണമെന്നില്ല. പക്ഷെ വയറങ്ങോട്ട് എനിക്ക് എൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴും വയറ് ചൊട്ടി ഒതുങ്ങി. ചൊട്ടട്ട് ഞങ്ങൾ 2 ദിവസം പട്ടിണി കിടക്കുമ്പോ വയറ് പറയും. ജിമ്മിൽ പോകേണ്ടതെന്നാണ് തോന്നുന്നത്. ജിമ്മിൽ പോണതിനെക്കാട്ടില് വയറിപ്പോ ചൊട്ടി ഒതുങ്ങി. നമുക്കിനി വൈകിട്ടത്തേക്കുള്ള സാധനം മേടിക്കാൻ പോണം. പോയാലോ? പോവാം. ഇനി ഇവിടെ കയറി കിടന്നു കഴിഞ്ഞാൽ വിശന്നാല് നമുക്ക് വെച്ചിന് ആഹാരം കൊടുത്തിട്ട് നമുക്ക് പോവാം. നമ്മള് നോമ്പെന്ന് അറിയാതെ ഇവര് ഓരോ ഫുഡും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രയും ദിവസം വരാതെ ഇന്ന് ഫുഡും കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ നോമ്പെടുത്തിട്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, അതെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്നപ്പോഴ് രാജേഷേട്ടാ പൊന്നു അപ്പൊ ഞങ്ങൾക്ക് ഫുഡും കൊണ്ടുവന്നിരിക്കുക. അമ്മയെ കാണാൻ വേണ്ടി വന്നത്. ഏത്തപ്പഴവും എല്ലാം കൂടെ ആയിട്ട്. മുട്ടയൊക്കെ കൊണ്ടാടെ. ബിസ്ക്കറ്റൊന്നും കണ്ണിൽ പോലും കണ്ടുകൂടാ. നമ്മളിന്ന് നോമ്പായിരുന്നു. ഞാനും പൊന്നും കൂടെ എന്ന് വിചാരിച്ചൊരു നോമ്പെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി രാവിലെ കാപ്പിയൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കിടക്കുന്നു. ഇല്ല, അപ്പൊ ഈ സമയത്ത് എന്തിനു നീ ഇത് കൊണ്ടുവന്നു? കണ്ണിൽ കണ്ടുകൂടാ. കൊണ്ടുപോ, കൊതി വിടാനായിട്ട്. ഓക്കെ, ഓരോ പണികൾ വന്ന് കയറുന്നുണ്ട്. നമ്മൾ നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് വന്നിരിക്കത്ത് ഇത്രയും നാളില്ലാതെ അവര് ഇന്ന് വന്ന് കയറിയിരിക്കുന്നത്. ഇല്ല, അത് കുറച്ചും കൂടെ വെള്ളമായിട്ട് തിളപ്പിച്ചതാണ്. കുറവാണ്. നോമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. നമ്മക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം വേണ്ടി വരും. അടി പിടിക്കണ ഇത്രയും വെള്ളം പോരെ? ഒഴിച്ചാൽ മതിയാ. അമ്മയ്ക്ക് വെച്ചിന് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്മയ്ക്കുള്ളത് ഇനി അച്ഛനും കൂടെ എടുത്തോണ്ട് വരണം. അപ്പൊ നമുക്ക് കൊടുത്തിട്ട് ഇനി പോവാൻ നേരത്തെ കാണാം. പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നോമ്പ് തുറക്കാനുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മണി ഏതാണ്ട് 2 മണി കഴിഞ്ഞ്. 2 മണി കഴിഞ്ഞ് നമ്മൾ ഇനി വെച്ച് താമസിക്കുന്നില്ല ഗീസ്. വയറ് വിശന്നിങ്ങനെ വന്നപ്പോഴ് ഇനി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും വിശക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് പർച്ചേസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അപ്പൊ നേരെ ഇനി പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം. കൂട്ടത്തിൽ പൊന്നുനെ ഇപ്പൊ അമ്പലങ്ങൾ ഉത്സവങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒരു സെറ്റ് സാരിയും കൂടെ എടുക്കാൻ കുറേ നാൾ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ അതും എടുക്കണം. അപ്പൊ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് തന്നെ പോവുകയാണ് ഗീസ്. അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ അല്ലേ, തണ്ണിമത്തനും പൈനാപ്പിളാണ് ആദ്യത്തെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങാൻ വന്നത്. അപ്പോൾ ചെറിയൊരു തണ്ണിമത്തനും നോക്കണം, ചെറിയൊരു പൈനാപ്പിൾ എടുക്കണം. വേറെ ഒന്നുമില്ലല്ലോ കുറിച്ചവിടെയൊന്നും. ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പോകും. അത് വേറൊന്നും വേണ്ട.
അത് നല്ല കഴിഞ്ഞിട്ട് സ്ട്രോബെറി ഇരിപ്പുണ്ട്. അത് വേണ്ടോ? പറ്റുമെങ്കിൽ നമ്മള് ചേട്ടൻ വാങ്ങിച്ചു. എന്റെ ചേട്ടൻ ബഡ്ജറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് രണ്ടും എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി ഡ്രസ്സ് എടുക്കാനുള്ള സംഭവത്തിലേക്ക് പോകുന്നതായിരിക്കും. ഭയങ്കര വെയില്. അപ്പൊ നമുക്ക് ആദ്യം പൈനാപ്പിൾ നോക്കാം. നമ്മളിപ്പോ ആറ്റിങ്ങില് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതെടുക്കട്ടെ? അത്രയും വലുത് വേണോ? ഇത്ര വലുത് വേണോ? ഇത്ര വലുതാ? ഇത്ര വലുതിന് ജ്യൂസ് അടിക്കാനും കട്ട് ചെയ്യാനും പറ്റും തന്നെ. ഇതിന്റെ അത് വല്ലതും കാണാ? നമ്മള് പഴുത്തത് തന്നെ അറിയാമോ നിനക്ക്? നമുക്ക് ആ ചേച്ചി എടുത്ത് തരാം. ചേച്ചി ഒരു തണ്ണിമത്തം വേണം. നമ്മളെടുത്ത് പൊട്ടയായി പോയാ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, ഇത് തന്നെ എടുത്തോ. ചെറുത് വേണ്ടല്ലോ, ഇത് മതിയല്ല. വലുത് വേണ്ടേ ചേച്ചി? പിന്നെ ഒരു പൈനാപ്പിളും കൂടി. ഇത് കൊള്ളാമോ? കൊള്ളാം, കണ്ടിട്ട് കൊള്ളാം. ഒരു പൈനാപ്പിള് കിലോയ്ക്ക് 400. ഇത് രണ്ട് പോരെ? ഒരു സ്ട്രോബെറി കൂടെ എടുത്താലേ? എത്രയാണ്? 120. 120. അതാ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ? ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും നല്ലത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ വില അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. 200. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി എടുക്കാം. അതാകുമ്പോ ഒരു ഗുമ്മ് വരും. നമ്മളെല്ലാം നിരത്തിയൊക്കെ വെച്ച് സ്ട്രോബെറി എടുക്കാല്ലേ? സ്ട്രോബെറി എടുക്കാം. ഇതെന്ത് ഫ്രൂട്ട്സ് ആണ്? അവക്കാഡോ. നമ്മൾ സാധാരണക്കാർക്ക് അവക്കാഡോ ഒന്നും വേണം, സ്ട്രോബെറി. നമ്മൾ സ്ട്രോബെറിയും കൂടെ എടുത്തോ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ വാങ്ങിയിട്ട് ഇനി അടുത്ത പൊന്നു ഡ്രസ്സ് എടുക്കാൻ പോകണം. ഇനി ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് പറയും. വേണ്ട 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 വേണ്ട. ചേട്ടാ ഇതൊരെണ്ണം കൂടെ. ചേച്ചി ആ തണ്ണി എത്തുണ്ട്. സപ്പോർട്ട് നമുക്ക് വീട്ടിൽ തൈ നട്ട് പൊടിപ്പിച്ച് അതിൻ്റെ അടുത്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് നടാൻ പറ്റാത്ത ആപ്പിളാ കാശ്മീരിൽ ഒരിക്കൽ പോകുമ്പോഴും അന്ന് പോയി വാങ്ങാം. അതായിരിക്കും നല്ലത്. ശരി, അപ്പോഴും നമ്മൾ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് എന്താ, നിനക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? നമുക്ക് നേരെ ഡ്രസ്സ് എടുക്കാം. എനിക്കൊരു സെറ്റ് സാരി എടുക്കണം. അപ്പൊ നമുക്ക് നേരെ കുറെ നാളായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ചോദിക്കണം ഒരു സെറ്റ് സാരി എന്ന്. അപ്പോൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സെറ്റ് സാരി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സെറ്റ് സാരി നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാവും. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഞായറാഴ്ച ആണെങ്കിലും നല്ല തിരക്കുണ്ടല്ലേ? പൊങ്കാലയും കൂടെ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരെയല്ലേ? നമ്മളെ ബാലരാമപുരം എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ, നമ്മുടെ ആറ്റിങ്ങിലുള്ള ഒരു ഷോപ്പിലാണ് സാരി എടുക്കാൻ വേണ്ടി വന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷോപ്പ്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഇതും കൊള്ളാം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഇത് തന്നെ എടുക്കാം. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ഇതെടുക്കാൻ ചേച്ചി. പൊന്നൂനുള്ള സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാലരാമപുരം ഹാൻഡ്ലൂം അങ്ങനെ ഒരു ഷോപ്പാണ് ആറ്റിങ്ങിലുള്ള. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഇനി അടുത്തത് ചിക്കനൊക്കെ വാങ്ങണം. ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇനി വൈകിട്ടത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വൈകിട്ട് നമുക്ക്. പക്ഷെ നമ്മള് ഈ പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ വിശപ്പറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനും അതെടുക്കണം ഇതെടുക്കണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് വിശപ്പറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ ഇറങ്ങാനുള്ളതായിരുന്നു. എന്തായാലും കേസ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഓടി നടന്ന് ഒടുവിൽ എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളും പിന്നെ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം കൂടെ മേടിച്ച് വന്ന് വീടെത്തിയപ്പോൾ തന്നെ നല്ല ദാഹവും തളർച്ചയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നോമ്പെടുക്കുന്നവരെ സമ്മതിക്കണം. വരുന്ന വഴിയിലൊക്കെ പൊന്നു എന്നോട് ചോദിച്ചു, ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചോട്ടാ, ഞാൻ ഇത്തിരി ഇപ്പോഴും കൂടെ കുറച്ച് നേരത്തും കൂടെ ചോദിച്ചേ ഉള്ളൂ, നമുക്ക് കുറച്ച് കഞ്ഞി കുടിച്ചാലോ? ഞാൻ പറഞ്ഞു വേണ്ട പൊന്നു, നമുക്ക് എന്തായാലും ഇത്തിരി എത്തി. ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ടാവുന്നവരെ നമുക്ക് ഈ നോമ്പ് കറക്റ്റും കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കാണാം. അങ്ങനെ കേസ് ഞങ്ങൾ ഇപ്പം സമയം ഏതാണ്ട് 5:15 കൊണ്ടാവും. പാചകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഇത്രയും നേരവും പിടിച്ചിരിക്കാൻ പറ്റിയാലും ഞങ്ങൾ ഭയങ്കര ഭാഗ്യമെന്ന് കരുതുന്നു. പല പ്രാവശ്യം പൊന്നും വെള്ളം എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് കറങ്ങി പിറകെ ഞാൻ ഓടിയതുകൊണ്ട് എന്തായാലും വെള്ളം കുടിക്കാൻ പറ്റിയില്ല.
അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ വെയിറ്റ് ചെയ്യാന്ന് കരുതി ബാക്കി കുക്കിങ്ങിനുള്ള സമയമായി. ചിക്കൻ കറിയും പിന്നെ ഞാൻ പറയാം, ചിക്കൻ കറി നല്ല ഇടിയപ്പമാണ് ഇന്നത്തെ സ്പെഷ്യല്. സ്പെഷ്യൽ ആക്കുന്ന ഫുഡ്. എന്തായാലും എനിക്ക് സംസാരിക്കാൻ വയ്യ, വയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ എടുക്കുന്നത്. അപ്പം കുറേ നാൾ ഇങ്ങനെ ഫുഡ് കഴിച്ചിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും. എന്തായാലും നമ്മൾ ചിക്കൻ കറി വെച്ച് എത്തിച്ചത് തന്നെ ഭാഗ്യം. ചിക്കൻ കറി ഉണ്ടാക്കാൻ പൊന്നു റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി പൊന്നുവിൻ്റെ വകയാണ് ചിക്കൻ കറി. ആ പത്തിരി മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്നത്. പത്തിരിയിൽ ഇടിയപ്പം ചേട്ടൻ ഉണ്ടാക്കും, ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കും. ഇടിയപ്പം പത്തിരി ഒന്നല്ലേ പൊന്നു? പത്തിരി വട്ടത്തിലുള്ള മറ്റേ നമ്മളെ ഹോട്ടലില് കിട്ടണം. ഈ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ഫുഡാണ് തോന്നുന്നു പത്തിരി തന്നെ. ഞങ്ങള് ചെറിയൊരു ഇടിയപ്പവും നല്ല അടിപൊളി പൊന്നുവിന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും. വെള്ളം ഊറിക്കൂടാ. എന്തായാലും നമ്മള് പാചകത്തിലൊക്കെ കിടക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ചിക്കൻ കറി ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പം മാത്രമല്ല, പിന്നെയും കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. എല്ലാം നമുക്ക് ലാസ്റ്റ് വരിയ കാണുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും കുടിക്കോ ഞങ്ങളുടെ ഇന്നത്തെ ഈ ദിവസത്തിൽ. ഉപ്പ് ഞായിട്ടാ ശരിയാവോ എന്തോ? ഇല്ല, ആവശ്യത്തിന് അത് തട്ടി അത് മതി, കുറച്ചുകൂടെ മതി. ഇന്നിട്ട ഉപ്പായി പോവും. ഞാൻ സാധാരണ ഉപ്പിന് ടേസ്റ്റ് നോക്കൂല. ഒന്നെങ്കിൽ പൊന്നു ഇടുന്നത് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ കാണില്ല. ഇന്നിന്റെ എങ്ങനെയാണ് അത്? എനിക്ക് ഉള്ളി വഴണ്ടി വരണന്റെ മണം അടിച്ചിട്ട് തന്നെ എനിക്ക് എന്റെ വയറ് വിളിക്കാണ്. അല്ല, എനിക്ക് ഈ വിശന്നിരുന്നിട്ട് നാക്കെല്ലാം ഒരുമാതിരി ക്ഷീണിച്ച് ഇത് രണ്ട് സൈഡും വേദന എടുക്കുന്നുണ്ട്. അപ്പൊ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും നോമ്പെടുക്കുമ്പോൾ ക്ഷീണമുണ്ടെന്ന്. സംഭവം ഇപ്പോഴാണ് ആ ക്ഷീണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ലതാണല്ലേ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ചിക്കൻ ഞാൻ നേരത്തെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ തുറന്നു നോക്കാം. ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്, എനിക്കിങ്ങനെ ചിക്കൻ വേവാനുള്ള ആ ഒരു ക്ഷമ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ നേരത്തെ കുക്കറിലാക്കി. നല്ല മണം വരുന്നു. അങ്ങനെ മണത്തൂടാ. അപ്പൊ ഞാൻ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ച്, അതാകുമ്പോ മസാല ഉണ്ടാക്കിയ ഉടനെ ചിക്കൻ എടുത്തങ്ങ് തട്ടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ വേവാൻ നമ്മൾ ഒരുപാട് സമയം നിൽക്കണം. ചിക്കൻ കറി ഇപ്പൊ ആവും. നമുക്ക് എന്തായാലും ഇടിയപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുളിച്ച് റെഡിയായി നമ്മൾ വരാം. അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയം 6:30 കഴിഞ്ഞിട്ടാണ്. എന്തായാലും നമ്മൾ 6:44 വരെ ഒരു വെള്ളം പോലും കുടിക്കാതെ കറക്റ്റ് രീതിയിൽ നോമ്പെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്രയും നല്ല ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സന്തോഷമാണ്. ഞാനും പൊന്നു പല പ്രാവശ്യം വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് തളർന്ന് ഞാൻ പറഞ്ഞ് പൊന്നു കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെയായാലും നമ്മൾ ഇന്നത്തെ നോമ്പ് തുറങ്ങൽ ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളിതാ സമയം എല്ലാം സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പൈനാപ്പിള്, പിന്നെ ഓംപ്ലേറ്റ്, പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ കട്ട്ലേറ്റും 2 റോബസ്റ്റ് പഴം, പല സ്ഥലങ്ങളിൽ പല പേരാണ്. പിന്നെ നമ്മുടെ ഈ ഈത്തപ്പഴത്തിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജ്യൂസ് എന്നുള്ളത് നമ്മുടെ ഈ തണ്ണിമത്തൻ ജ്യൂസും പിന്നെ പൈനാപ്പിൾ ജ്യൂസും. ഇത് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മൾ സന്തോഷമായിട്ട് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ഞാൻ എന്നെ കഴിച്ചു തുടങ്ങാം അല്ലേ? ഈത്തപ്പഴത്തിലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ട കേസ്. അപ്പോൾ ഈത്തപ്പഴം സന്തോഷം, ഹാപ്പി. ഇന്നൊരു ദിവസത്തെ സ്നേഹം ഈത്തപ്പഴം കഴിച്ചു തുടങ്ങി. ഇന്ന് പൊന്നൂനും ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഒരിത് ആദ്യമായിട്ട് തൊണ്ടേന്ന് ഇറങ്ങിയപ്പോഴേ ഈന്തപ്പഴം ഇഷ്ടമല്ലാത്ത ഞാനാണ് ഇങ്ങനെ തിന്നണം. എന്തായാലും നമ്മൾ മാത്രം നോമ്പെടുത്തെങ്കിലും അച്ഛനും അമ്മയ്ക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെടുക്കാത്തത്. എന്തായാലും നമ്മൾ മാത്രം ഒറ്റയ്ക്ക് കഴിക്കണ്ട, അവർക്കും ഓരോരോ ഈന്തപ്പഴം കൊടുക്കാം. അമ്മയ്ക്ക് കഴിച്ചുവിടാം, അച്ഛന് മാത്രം. അച്ഛാ ആദ്യം നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം. അച്ഛനും അമ്മയ്ക്കുള്ളത് കൊടുക്കാം. പിന്നെ അത് അച്ഛനും അമ്മയ്ക്കുള്ളത് നീ ആദ്യം അമ്മയ്ക്ക് തണ്ണിയത്തം കൊടുക്കാം. അവിടെ ഒന്നും ആക്കല്ലേ, പുറത്തൊന്നും ആക്കല്ലേ. പുരു ഉണ്ടാന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ അച്ഛന്. അച്ഛനും അമ്മയ്ക്കും പപ്സ്. അടിയാവോടെ അവർ രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ?
ഇല്ല, അമ്മയ്ക്ക് ജ്യൂസ് ഇല്ല. കാരണം ജ്യൂസിലൊക്കെ ഞാൻ മുന്തിരി ഇട്ടോണ്ട് അമ്മയ്ക്ക് ജ്യൂസ് ഒന്നും ഇല്ല. അമ്മയ്ക്ക് തണ്ണിമത്തം തന്നെ ഇച്ചിരി ഓവറാണ്. ജ്യൂസിൽ മുന്തിരി ഇട്ടോണ്ടെന്നല്ല, പഞ്ചസാര ഇട്ടോണ്ട്. സോറി, പഞ്ചാര ഇട്ടോണ്ട്. ഇത് അച്ഛന്. അമ്മയ്ക്ക് കൊടുക്കണ്ട, പഞ്ചാര ഇട്ടിട്ടുണ്ട്. അച്ഛന് ചെവി കേട്ടുകൊണ്ടാത്തോണ്ട് നമ്മൾ ഇച്ചിരി ഉറച്ച് പറയണം. ഇത് ചേട്ടൻ്റെ പൈനാപ്പിൾ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എൻ്റെ പൈനാപ്പിൾ ജ്യൂസ്, ഇത് ചേട്ടൻ്റെത്. എൻ്റെ ഞാൻ അരിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ പൈനാപ്പിൾ ഇഷ്ടമല്ല, എനിക്ക് തൊണ്ട ചൊറിയും. ചേട്ടനപ്പം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അരിച്ചില്ല. ഞാൻ അരിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് അരിക്കാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ള ആഹാരമൊക്കെ റെഡി ആയിരിക്കുന്നു. നാക്കിൽ സത്യം പറഞ്ഞാൽ വെള്ളം വരുന്നു. കഴിച്ചു തുടങ്ങാം. ഈന്തപ്പഴം ഇഷ്ടമല്ലാതെ തന്നെ ഈന്തപ്പഴം മൊത്തം ആദ്യം കട്ട്ലേറ്റ്. അല്ല, ആദ്യം വെള്ളമാണ് കുടിക്കേണ്ടത്. ഈത്തപ്പഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വെള്ളം, ജ്യൂസ്. നമ്മളെ ശരീരത്ത് ഒന്നും കഴിക്കാതിരുന്നിട്ട് ആദ്യം കഴിക്കേണ്ട വെള്ളമാണ്. ആദ്യമായിട്ട് വെള്ളം കുടിക്കാം. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന അമ്മമാരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. ടേസ്റ്റ് ചെയ്യാൻ പാടില്ല, ടേസ്റ്റ് ചെയ്യത്തില്ല, ഉപ്പ് വെക്കത്തില്ല. അതിനിടയ്ക്ക് ഈ ഫുഡെല്ലാം ഉണ്ടാക്കി നോമ്പെടുക്കുന്ന ഒരു അവസ്ഥ അവരൊക്കെ സമ്മതിക്കണം. എന്തുപറ്റി? എന്തൊരു ആശ്വാസം. സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും നോമ്പ് എടുത്തിരിക്കണം എല്ലാരും. അങ്ങനെ മതം അങ്ങനെ ഒരു കാര്യം എല്ലാരും ഒരു ദിവസം. സത്യം പറയാലോ, കിളി പറന്നല്ലേ. ആഹാരത്തിന് വില മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. അല്ല, അങ്ങനെയല്ല, ഇപ്പോഴാണെന്നല്ല, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ ഫുഡേ കഴിക്കൂ, ഈ ആഹാരമേ കഴിക്കൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലേ കഴിക്കൂ എന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊരു ഫുഡിനും അതിൻ്റെതായ വിലയുണ്ടെന്ന്. ഇവിടെ ഇരുന്ന ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുമായിരുന്നു. പക്ഷെ നോമ്പെന്നുള്ളൊരു വാശിയിൽ ഒന്നും തൊട്ടില്ല. കുറച്ച് ഞാൻ പഴം തിന്നില്ല. ടേസ്റ്റ് ഇല്ലേ? ഇപ്പൊ എന്ത് തിന്നാലും ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഇത് കഴിഞ്ഞാൽ അടുത്ത ഇനി നല്ല ചൂടിടിയപ്പവും ചിക്കൻ കറി. ഇപ്പോഴാണ് കേസ് കുറച്ചൊന്ന് ആശ്വാസമായത്. ഞങ്ങൾ ആദ്യത്തെ ആ പൈനാപ്പിൾ ജ്യൂസും ആ തണ്ണിമത്തൻ ജ്യൂസും കുടിച്ചപ്പോഴേ കുറച്ചൊന്ന് ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് ഈ റോബസ്റ്റ് പഴം പൊന്നു ജീവിതത്തിൽ കഴിക്കൂല എന്ന് പറഞ്ഞ് വെച്ചിരുന്ന പഴങ്ങളിലൊന്നാണ്. അവർക്ക് ഇഷ്ടമില്ലെന്ന്. അപ്പം അത് ഇന്ന് അത് എടുത്തു വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കണമെങ്കിൽ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക അവളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും. സത്യം പറഞ്ഞാൽ നോമ്പ് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാവരും എടുക്കുന്നതിലും നല്ലത് തന്നെയാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഇതൊരു നോമ്പ് എടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് സന്തോഷമായി ഗൈസ്. നല്ല ഇടിയപ്പവും ചിക്കൻ കറിയും. ഇടിയപ്പം ഞാനുണ്ടാക്കി, ചിക്കൻ കറി പൊന്നും ഉണ്ടാക്കി. പക്ഷെ ചിക്കനിൽ ഉപ്പിട്ടതും ഒക്കെ ചേട്ടനാണ്. കറക്റ്റാണ്. തിന്നോക്കോ മനസ്സിലാവും. ഇല്ല, ഉപ്പിട്ടത് നീയാണ്. ഉപ്പ് ചേട്ടൻ പറഞ്ഞ അളവാണ്. ഇല്ല, നോക്കട്ടെ. കറക്റ്റ്, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ആഹാരം കഴിക്കാതിരുന്ന ഫീൽ എനിക്ക്. ഇത് എടുക്കണവരെ സീരിയസ്ലി ഗൈസ് സമ്മതിക്കാം. സംഭവം അതേ കണക്ക് ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി. ഞാൻ ആ ഇടിയപ്പം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ചിക്കൻ കറി ഫുള്ള് പൊന്നുവിൻ്റെ റെസിപ്പിയാണ്. ഒരു രക്ഷയില്ല. വിശന്നിരിക്കണോണ്ടായിരിക്കണം തോന്നണം. കൊള്ളാം, സീരിയസ് ആയിട്ട്. അപ്പോൾ കേസ് ഞങ്ങൾ കഴിച്ചിട്ട് വരാമേ. ഞങ്ങൾ ഫുഡ് കഴിച്ച് അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഇടിയപ്പവും ചിക്കൻ കറിയും കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 4:30 എണീച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഈ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഫുഡ് കഴിക്കും എന്ന് ഒട്ടും പ്രതീക്ഷയല്ല. വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വെള്ളം ദാഹിച്ചിട്ട് വയ്യ. നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നപ്പോൾ പൊന്നുവാണെങ്കിൽ ചത്ത്. പൊന്നു അപ്പൊ പുറത്ത് ചൂടും കൂടെ അല്ലേ. നമ്മള് പുറത്ത് പോയിട്ട് വന്നപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി, തൊണ്ട നനയ്ക്കാൻ വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒരു ഇതിലാണ്. പലപ്പോഴായിട്ട് പൊന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു റൂമിലോട്ട്. വേണ്ട, എന്തായാലും ഈ ഒരു നോമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ, കണ്ടിന്യൂ ലാസ്റ്റ് വരെ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.